ഇത് ഗുൽബർഗ. 37% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഗുൽബർഗ സിറ്റിയും മുസ്ലിം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന നിരവധി കോളനികളും ശരാശരി 30-40 മുസ്ലിം വീടുകൾ ഉൾക്കൊള്ളുന്ന ഉൾഗ്രാമങ്ങളും ഉൾപ്പെടെ 25% മുസ്ലിം ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഗുൽബർഗയുടെ സാമൂഹിക പരിസരം. മഹത്തായ ഒരു സൂഫി പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ഈ ദേശത്തിന്. ഷെയ്ഖ് ഖാജ ബന്ദെ നവാസ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സിറാജുദ്ദീൻ ജുനൈദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഖാജ മഹ്മൂദ് ഗവാൻ തുടങ്ങി നവോത്ഥാന നായകരും ആത്മീയ ആചാര്യരും സാമൂഹിക, വൈജ്ഞാനിക, ആധ്യാത്മിക മേഖലകളിൽ ഈ പ്രദേശത്തിന്റെ സംഭാവനകളാണ്. സമ്പന്നമായ ഒരു ഇസ്ലാമിക സംസ്കാരം ഓർമ്മകളിൽ മാത്രം പേറുകയാണ് ഇന്ന് ഈ ദേശം. പേരിലും വിലാസങ്ങളിലും മാത്രമൊതുങ്ങുന്ന മുസ്ലിം പ്രാതിനിധ്യങ്ങൾ പ്രബല ന്യൂനപക്ഷമാണെങ്കിലും സർവ്വമേഖലകളിലും പിന്നാക്കമാണ് ഗുൽബർഗയിലെ മുസ്ലിങ്ങൾ. അഭിമാനകരമായ സൂഫി പാരമ്പര്യത്തിന്റെ ഇന്നലകളിലെ സ്മരണകൾ വിളിച്ചോതുന്ന മഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ജനത പൂർവകാല പ്രതാപത്തിന്റെ നിഴലുപോലും ആകാൻ കഴിയാതെ അരികുവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു. ഇവിടെയാണ് പുതുപ്രതീക്ഷയുടെ വെളിച്ചവുമായി റൂട്ട് നാഷണൽ പ്രോജക്റ്റ് കടന്നുവരുന്നത്. റൂട്ട് റഹ്മാനീസ് നാഷണൽ സോഷ്യൽ എംപവർമെന്റ് പ്രോജക്റ്റ്. കടമേരി ജാമിയ റഹ്മാനിയ അറബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന, റഹ്മാനീസ് അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് റൂട്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉത്തര കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് റൂട്ടിന് കീഴിൽ വിദ്യാഭ്യാസ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. മോഡൽ മഹല്ല് പ്രൊജക്ട്, മക്തബ്, ഖുർആൻ സാക്ഷരതാ മിഷൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ, റഹ്മാനിയ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശരീഅത്ത് കോളേജ് തുടങ്ങി വിവിധ പദ്ധതികൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. റഹ്മാനിയ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂട്ട് നാഷണൽ പ്രോജക്റ്റിന് കീഴിൽ ഗുൽബർഗയിൽ ആരംഭം കുറിച്ച സമന്വയ വിദ്യാഭ്യാസ സംവിധാനമാണ് റഹ്മാനിയ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സാമൂഹിക, വൈജ്ഞാനിക മേഖലകളിൽ മതപരമായും ഭൗതികമായും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമീണ മുസ്ലിം പരിസരങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ പ്രാപ്തരായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയാണ് റഹ്മാനിയ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. മോഡൽ മഹല്ല് പ്രോജക്റ്റ്. മഹല്ല് എന്ന കൂട്ടുത്തരവാദിത്ത ബോധമോ മുസ്ലിം അനുഷ്ഠാന ജീവിതമോ ഇല്ലാത്ത സമൂഹം. അവകാശപ്പെട്ട വഖഫ് ഭൂമികൾ പോലും അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇവിടങ്ങളിൽ മഹല്ല് സംവിധാനത്തെ പരിചയപ്പെടുത്തി ഗ്രാമത്തിലെ പൗരപ്രമുഖരെ ഉൾപ്പെടുത്തി കമ്മിറ്റികൾ രൂപീകരിച്ച് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി നിർദ്ദിഷ്ട കാലപരിധിക്കുള്ളിൽ പദ്ധതി പ്രദേശത്തെ മുസ്ലിം ജീവിത പരിസരം ഒരു മഹല്ല് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. बड़ी खुशी की बात है कि आज जो पुराना मरकजी दरगाह रहमानिया अज कमेटी के नाम पर एक मशहूर इदारा गुलबर्गा में, शहर गुलबर्गा में चल रहा था। कोरोना से पहले उस मदरसे जहाँ पर शोबे हिफ्ज़ और मौलवी आलिम की तालीम दी जाती थी तकरीबन बंद हो गया था। रहमानिया कश्मीरी केरला के उलमा वहाँ से फारिग होने के बाद 2021 में शहर गुलबर्गा तशरीफ़ लाए। जनाब मौलाना सलाहुद्दीन रहमानी और शाहिद सलमान यमनी ये दोनों मिलकर मुस्लिम लीग के दफ्तर पर तशरीफ़ लाए। उन्होंने अपने हालात सुनाया। सुनाने के बाद गुलबर्गा डिस्ट्रिक्ट के पूरे ताल्लुक़ों का दौरा किया और उन्होंने 2021 और 22 तक कालगी में
कालगी के बाजू एक छोटा सा गांव है मंगलगी, वहाँ के मकतब की निगरानी तकरीबन 1 साल तक उन्होंने वहाँ पर की और महागांव का दौरा भी किया। वहाँ पर बेलूर के में भी थोड़ा बहुत है ना मकतब का काम शुरू किया। बहरहाल अल्हम्दुलिल्लाह उन्होंने एक कोशिश की है केरला से आने के बाद, जिसमें उन्होंने रहमानिया का भी ताउन रहा और रूट वालों को भी मैं शुक्रिया अदा करता हूँ, जिन्होंने कर्नाटक के एक पसमानदा तबके के इलाके का डिस्ट्रिक्ट चुना है, जहाँ पर हमारी डिस्ट्रिक्ट में पसमानदगी बहुत पाई जाती है। यहाँ पर जितने भी मुसलमान गुलबर्गा डिस्ट्रिक्ट में हैं, तकरीबन 80% मुसलमान गुर्बत की ज़िंदगी गुजारते हैं। ऐसी जगह पर केरला के रहमानिया कश्मीरी से वहाँ के फारिगीन यहाँ पर तशरीफ़ लाकर उन्होंने बहुत बड़ा एक काम किया है, जो काम अल्हम्दुलिल्लाह पिछले 2 साल से इसी जगह पर जो रहमानिया लाइफ इंस्टीट्यूट के नाम पर जो हज कमेटी में जो चल रहा है, मैं देख रहा हूँ कि ऐसी तालीम इलाक़ा हैदराबाद कर्नाटक ही नहीं, कर्नाटक के किसी भी हिस्से में जहाँ पर असरी तालीम के साथ दीनी तालीम दी जा रही है, अल्हम्दुलिल्लाह ये लोगों का बहुत बड़ा हम पर, यहाँ के लोगों पर बहुत बड़ा एहसान है कि उन्होंने अपनी तमाम चीज़ें कुर्बानी देकर दामे दिरहमे सुखने रहमानिया कश्मीरी के फारिगीन ने यहाँ पर तवज्जो की है। मैं उन तमाम लोगों का भी शुक्रिया अदा करता हूँ और रूट वालों का भी शुक्रिया अदा करता हूँ। അൽഹംദുലില്ലാ, നമ്മുടെ സജീവമായ ഇടപെടലുകൾ കൊണ്ട് നിരവധി ഗ്രാമങ്ങളിലേക്കും അനേകം ജനങ്ങളിലേക്കും അറിവിന്റെ വെളിച്ചം പകരാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുമേറെ ഗ്രാമങ്ങളിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇന്ന് ഈ ദേശം നമ്മെ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പ്രപഞ്ചനാഥനെ അറിയുന്ന, മതഭൗതിക ജ്ഞാനമുള്ള, മൂല്യബോധമുള്ള, ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ച ഒരു പുതുതലമുറ ഇവിടെ റൂട്ടിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ കണ്ട ഈ ഡോക്യുമെൻ്ററിയിൽ പരാമർശിക്കപ്പെട്ട പോലെ ഗുൽബർഗ കേന്ദ്രീകരിച്ചുകൊണ്ട് റഹ്മാനീസ് അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധേയ സേവന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെ പ്രാധാന്യമുള്ളതാണ് റഹ്മാനീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 50ഓളം വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ അഡ്മിഷൻ കൂടെ ആകുമ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനും പരിസരങ്ങൾക്കും ഏറെ പരിമിതിയുണ്ട്. മാത്രമല്ല, കർണാടകയിലെയും ആന്ധ്രയിലെയും വിവിധ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മക്തബകളും മഹല്ല് നവോത്ഥാന പ്രവർത്തനങ്ങളും വിശുദ്ധ ദീനിനെക്കുറിച്ച് ആദ്യ പാഠങ്ങൾ പോലും പഠിക്കാൻ കഴിയാത്ത ആളുകളിലേക്ക് ദീൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളൊക്കെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ആ പ്രദേശത്ത് ഏറ്റവും മിനിമം ഒരു 10 ഏക്കർ ഭൂമിയെങ്കിലും സ്വായത്തമാക്കി എല്ലാ പ്രവർത്തനങ്ങളും സെൻട്രലൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ക്യാമ്പയിനിൽ 2 രീതിയിലാണ് അഭ്യുദയകാംക്ഷികളായ ആളുകളെ ഞങ്ങൾ സമീപിക്കുന്നത്. ഒന്ന്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാകുന്ന അടിയന്തര പ്രാധാന്യമുള്ള ഒരു ഫണ്ട് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണത്തോടുകൂടെ വരുന്ന ആളുകളിലേക്ക് വ്യവസ്ഥാപിതമായി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധ്യമാകുന്ന ഒരു വിദ്യാഭ്യാസ ദീനദയാ പ്രവർത്തനങ്ങളുടെ ഒരു സമുച്ചയമാണ് റഹ്മാനി സെൻട്രൽ കമ്മിറ്റി മുന്നിൽ വെക്കുന്നത്. എല്ലാ സഹൃദയ സഹോദരങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ മഹത്തായ സംവിധാനത്തിൽ ഏതു രീതിയിൽ പങ്കാളികളാവുകയാണെങ്കിലും വിശുദ്ധ ദീനിനെക്കുറിച്ച് ഇന്നുവരെ വേണ്ട രീതിയിൽ അറിയാനും അനുഭവിക്കാനും കഴിയാത്ത ഒരു വലിയ സമൂഹത്തിലേക്ക് വിശുദ്ധ ദീനിൻ്റെ വെളിച്ചം എത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന
ഈ ഒരു വലിയ സന്മനസ് ഈ കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ പിന്തുണയും സഹായവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നാളിതുവരെയുള്ള റൂട്ടിന്റെ ചുവടുകൾക്ക് ശക്തിയും ഊർജവും പകർന്നത് നിങ്ങൾ ഓരോരുത്തരും തന്നെയായിരുന്നു. നമുക്കിനിയും ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. നാം സ്വപ്നം കാണുന്ന മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് ചുവടുവെക്കാൻ നിങ്ങളേവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. കൂടെയുണ്ടാകണം. നാഥൻ അനുഗ്രഹിക്കട്ടെ.